നിങ്ങളുടെ ഒരു അടുത്ത ഫ്രണ്ട് കുറച്ച് ദിവസമായിട്ട് ആളിന്റെ സംസാരത്തിലും ബോഡി ലാംഗ്വേജിലും മുഖഭാവങ്ങളിലും ഒക്കെ ഒരു മാറ്റം. നിങ്ങൾക്കൊരു സംശയം, ഫ്രണ്ട്ഷിപ്പ് മാറിയിട്ട് പ്രണയമായിട്ട് ചേഞ്ച് ആകുന്നുണ്ടോ? പക്ഷെ ഡയറക്റ്റ് ഒട്ട് ചോദിക്കാനും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആളിനോട് ചോദിക്കാതെ നമുക്കിത് കൺഫേം ചെയ്യാനായിട്ട് ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അതെന്താന്നുള്ളത് നോക്കാം. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് ഇടാം. മാർക്ക് എന്ന് പറയുന്ന 4 കാറ്റഗറി ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന്റെ ഉത്തരം ഉറപ്പായിട്ടും അങ്ങനെ അല്ല എന്നാണെന്നുണ്ടെങ്കിൽ 0 പോയിന്റ് കൊടുക്കുക. അതല്ല, നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് തോന്നുന്നത് മിക്കപ്പോഴും അവൻ അങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഉത്തരവാ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 2 മാർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം അത് അവൻ അങ്ങനെ തന്നെയാണ് എന്നാണെന്നുണ്ടെങ്കിൽ 3 മാർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ ഒന്ന് കമന്റ് ചെയ്യുക. ഒരു പേനയും പേപ്പറും എടുക്കുക. ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്, ആ വ്യക്തി നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഇമോഷണൽ ആയിട്ടാണോ എക്സ്പ്രസ് ചെയ്യാറുള്ളത്? ഇമോഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദേഷ്യം അതേപോലെ കാണിക്കും, സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ സന്തോഷം, അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അസൂയ. അതൊക്കെ വളരെ വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പ്രകടിപ്പിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ മാർക്ക് ഇടുക. നിങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ 0, വല്ലപ്പോഴും ഒക്കെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 കൊടുക്കുക, മിക്കപ്പോഴും അങ്ങനെ തോന്നാറുണ്ടെന്നുണ്ടെങ്കിൽ 2 കൊടുക്കുക, അവൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളതെന്നുണ്ടെങ്കിൽ 3 മാർക്ക് കൊടുക്കുക. ഈ വ്യക്തി നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കാറുണ്ടോ? പേഴ്സണൽ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയെ പറ്റിയാകാം, നിങ്ങളുടെ ആരോഗ്യാവസ്ഥയോ മാനസികാവസ്ഥയോ അങ്ങനെ എന്തോ ആകാം. എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അതിനനുസരിച്ചിട്ടുള്ള സ്കോർ കൊടുക്കുക. സ്കോറിംഗിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഓരോ ക്വസ്റ്റ്യനിലും റിപ്പീറ്റ് ചെയ്ത് പറയത്തില്ല, നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് എഫർട്ട് എടുത്ത് നിൽക്കാറുണ്ടോ? അയാളുടെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ ഇൻസെക്യൂരിറ്റീസോ ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടോ? നിങ്ങൾ പറഞ്ഞ വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്ത് വെച്ചിട്ട് പിന്നീട് അതിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ടോ? നിങ്ങൾ വളരെ പുകഴ്ത്തി സംസാരിക്കാറുണ്ടോ? പുകഴ്ത്തി സംസാരിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല സുന്ദരിയായിരിക്കുന്നു, ഇപ്പൊ നന്നായിട്ടിരിക്കുകയാണ്, നേരത്തെക്കാട്ടി വളരെ ബെറ്റർ ആയിരിക്കുന്നു, ആ രീതിയിലുള്ള ഏത് സംസാരവും നമുക്ക് പുകഴ്ത്തലായിട്ട് തന്നെ കണക്കാക്കാം. മുൻപുള്ളതിനെക്കാട്ടി കൂടുതൽ നിങ്ങളുടെ ഹാപ്പിനെസിനും നിങ്ങളുടെ കംഫർട്ടിനും ഒക്കെ പ്രാധാന്യം കൊടുക്കാറുണ്ടോ? അയാളുടെ പല തീരുമാനങ്ങൾക്ക് നിങ്ങളുടെ സമ്മതം ചോദിക്കാറുണ്ടോ? നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ മുൻപത്തെക്കാട്ടില് അയാളുടെ മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ അല്പം സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? വളരെ കുറച്ചു നേരത്തേക്കോ അല്ലെങ്കിൽ 1-2 ദിവസത്തേക്കോ ഒക്കെ നിങ്ങളെ കാണാതെയോ സംസാരിക്കാതെയോ ഒക്കെ ഇരിക്കുമ്പോൾ അയാൾക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? മുൻപ് വിളിക്കുന്നതിനെക്കാട്ടിൽ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നതിനെക്കാട്ടിൽ ഇപ്പൊ ഫ്രീക്വൻസി കൂടിയിട്ടുണ്ടോ? മെസ്സേജ് അയക്കുന്നതിലോ സംസാരിക്കുന്നതിലോ ഒക്കെ നേരത്തെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഫീലിങ്സ് ഇപ്പൊ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും സംസാരം ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ആ വ്യക്തി എഫർട്ട് എടുക്കാറുണ്ടോ? സംസാരിച്ച് തീർന്നതിന് ശേഷവും എന്തെങ്കിലും ഒരു കാര്യം ഇട്ടിട്ട് ആ കോൺവെർസേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ടോ? ഇൻഡയറക്റ്റ് ആയിട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഫ്ലർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള മെസ്സേജസ്, ഇമോജീസ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഓമന പേര് വിളിച്ചു തുടങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? മുൻപ് സംസാരിച്ചിരുന്നിട്ടുള്ള സമയങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് കൂടുതൽ രാത്രി നേരങ്ങളിലോ ഒക്കെ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ടോ? വാട്സാപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ അങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയയിൽ ടൈപ്പിംഗ് എന്ന് കാണിച്ചിട്ട് ആ മെസ്സേജ് നിങ്ങൾക്ക് റിസീവ് ആകാതിരുന്നിട്ടുണ്ടോ? ബോഡി ലാംഗ്വേജ്, ഫേസ് എക്സ്പ്രഷൻസ് ഇതൊക്കെ മാറിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുൻപുള്ളതിനെക്കാട്ടിൽ നിങ്ങളോട് അല്പം കൂടി ചേർന്നിരിക്കാനായിട്ട് എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ടച്ച് ചെയ്യുന്നത് അത് ആക്സിഡന്റൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഫ്രീക്വൻസി കൂടിയിട്ടുണ്ടോ? ടച്ച് ചെയ്യുന്ന ഒരു പക്ഷേ കയ്യിലായിരിക്കാം, ഷോൾഡറിലായിരിക്കാം, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ടച്ച് ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസി കൂടിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നോക്കുക. സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കുള്ള ഐ കോണ്ടാക്ട് മുൻപുള്ളതിനെക്കാട്ടിൽ കൂടുതൽ നേരം വരുന്നതായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ടോ? നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും നോക്കി നിന്നിട്ട് പെട്ടെന്ന് ആ ഒരു വ്യക്തിയെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നതായിട്ടുള്ളത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ കൂടുതൽ നെർവസ് ആകുക, ഷൈ ആകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യാറുണ്ടോ? ആക്സിഡന്റൽ എന്നുള്ള രീതിയിൽ ഇന്റൻഷണൽ ആയിട്ട് ടച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങളുടെ പ്രസന്റിലോ പാസ്റ്റിലോ ഉള്ള പ്രണയത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഓപ്പോസിറ്റ് സെക്സിലുള്ള മറ്റ് വ്യക്തികളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ താല്പര്യമില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് മറ്റാരോടെങ്കിലും ഉള്ള പ്രണയത്തിനെ കുറിച്ച് സംസാരിച്ചാൽ ഈ വ്യക്തി അസ്വസ്ഥനാകാറുണ്ടോ? ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് നിന്ന് സംസാരിക്കുന്നതിനെക്കാട്ടിൽ ഈ വ്യക്തിക്ക് കംഫർട്ട് നിങ്ങളുടെ അടുത്ത് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നതാണെന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് മറ്റുള്ളവർ പറയുന്നു, ഈ വിധത്തിൽ എപ്പോഴെങ്കിലും സീരിയസ് ആയിട്ടോ തമാശയായിട്ടോ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? ആ വ്യക്തിയുടെ പ്ലാൻ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ടോ? നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഒരുപാട് സഹായങ്ങൾ ആ വ്യക്തി ചെയ്തു തരാറുണ്ടോ? നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ ഏതെങ്കിലും വിധത്തിൽ? നിങ്ങളെ രണ്ടുപേരെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഫ്യൂച്ചർ പ്ലാനുകൾ എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? അത് പ്രണയമാകണമെന്നില്ല, അല്ലാതുള്ള എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാനുകളായാലും മതി. ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന മറ്റുള്ളവരെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് നൽകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഓരോ സ്കോർ ഇട്ടിട്ടുണ്ടായിരിക്കും. അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ സ്കോർ എല്ലാം കൂടെ ആഡ് ചെയ്യുക, ടോട്ടൽ എത്ര ആണെന്നുള്ളത് എഴുതുക.
സ്കോർ 30 ബിലോ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോടുള്ളത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്, റൊമാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്കോർ 31നും 60നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തൊക്കെയോ അവ്യക്തമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫീലിങ്സ് ഒരിക്കലും റൊമാൻസിൽ എത്തിപ്പെട്ടിട്ടില്ല. എന്നാൽ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റത്തില്ല. ആ വ്യക്തിയും ഒരു പക്ഷേ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. സമയം കൊടുക്കുക, ചിലപ്പോൾ പഴയ ഫ്രണ്ട്ഷിപ്പിലോട്ട് തന്നെ തിരിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോഴേ ചാടി കയറി ചോദിച്ച് അലമ്പാക്കേണ്ട കാര്യമില്ല. സ്കോർ 61നും 85നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിംഗ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പക്ഷെ ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ആ വ്യക്തി തന്നെ ഒരു പക്ഷേ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമായിരിക്കും. ഇത് മുന്നോട്ട് പോകണോ അതോ ഫ്രണ്ട്ഷിപ്പ് ആണോ ബെറ്റർ, സ്വന്തമായിട്ട് ചിന്തിച്ചൊരു തീരുമാനം എടുക്കട്ടെ. ചിലപ്പോൾ പുള്ളി തന്നെ പഴയ ഫ്രണ്ട്ഷിപ്പിലോട്ട് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അതല്ല റൊമാൻസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ അത് റിവീൽ ചെയ്തോളും, നിങ്ങളായിട്ട് ചോദിക്കേണ്ട കാര്യമില്ല. സ്കോർ 86നും 105നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിങ്സ് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അത് പ്രണയമാണെന്ന് ആളിന് അറിയുകയും ചെയ്യാം, എൻജോയ് ചെയ്യുന്നുമുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സംസാരിച്ചൊരു ക്ലാരിറ്റി വരുത്താവുന്നതാണ്. സ്കോർ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ. സ്കോർ ഇതിനും മുകളിലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെ ഡീപ്പായിട്ടുള്ള പ്രണയം തന്നെയാണ്. ഡീപ്പായിട്ടുള്ള പ്രണയം ആ വ്യക്തിക്ക് മാത്രമല്ല, അയാൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്കും അങ്ങോട്ട് ഇഷ്ടമാണെന്നുള്ളത്. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. തമാശക്കാന്നുണ്ടെങ്കിലും ടെസ്റ്റിലൊന്ന് പങ്കെടുത്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ ഒന്ന് കമന്റ് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് ഈ ടെസ്റ്റിനെ പറ്റിയേക്കും.